കഴിഞ്ഞ ദിവസം കുറേ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങളൊരു സംഗതി കണ്ടുപിടിച്ചിട്ടുണ്ട്, ക്യാബിനറ്റിൽ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ കൊണ്ടൊന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ എന്താ പറയുക, പിന്നെ ഒരു റിങ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു ഇലക്ട്രോണിക് ഉപകരണം. അത് കൈമലിട്ടാൽ പിന്നെ കയ്യിൽ മാഗ്നറ്റിക് പവർ. അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടേ ഉള്ളൂ. അതുപോലെ തന്നെ പല പട്ടിക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പാണക്കാട്ട് വന്നു. അപ്പോൾ തങ്ങളെന്നെ വിളിച്ചിട്ട് ഇവരെന്തോ ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു. എന്താണെന്ന് നോക്കാമെന്ന്. ഞാൻ അവരോട് വന്ന് സംസാരിച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ IT വേൾഡിൽ വലിയ മാറ്റങ്ങൾ വരുത്താവുന്ന ഒരു വലിയ സംഭവമാണ്. അതിന് സീക്രസി ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്താണെന്നൊന്നും പറയുന്നില്ല. കാരണം അതിൻ്റെ പേറ്റൻറ്റ് രജിസ്റ്റർ ചെയ്യട്ടെ എന്നിട്ട് പറയാം. അപ്പോൾ ഈ അവസരങ്ങൾ നിങ്ങൾക്കൊക്കെ, അതായത് യുവാക്കൾക്ക് കൊടുക്കാനുള്ള സംഗതിയാണ് ഇന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സ്റ്റാർട്ടപ്പ് വില്ലേജായും ടെക്നോ പാർക്കിലെ പിന്നെ TBI അതായും അതുപോലെ തന്നെ ഇൻക്യുബേഷൻ സെൻ്ററായും ഒക്കെ ഞങ്ങൾ കൊണ്ടുവരുന്നത്. അതുപോലെ ഓരോ മേഖലയിലും പുതിയ പുതിയ ആശയമാണ്. അതാണ് ഇപ്പോൾ UDF ഗവൺമെൻറ്, ഞാൻ അവകാശപ്പെടുന്നു, UDF ഗവൺമെൻറ്റിന് 3 കൊല്ലത്തെ ഭരണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് മാത്രമല്ല, എല്ലാവർക്കും UDF ഗവൺമെൻറ് സപ്പോർട്ട്, യുവാക്കളൊക്കെ ഞങ്ങളെ പിന്നിലാണ്. സോഷ്യൽ മീഡിയയുടെ സാങ്കേതികത്വം കാണാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനെല്ലാം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് എത്രമാത്രം സാധിക്കും, അതിനുള്ള അവസരം സർക്കാർ ഉണ്ടാക്കുമോ എന്നാണ് എൻ്റെ. തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട. കേരളത്തിലെ യുവാക്കൾക്ക് അതിനുള്ള അവസരം ഗവൺമെൻറ് ഇതിനകം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ ചെയ്യും എന്നുള്ളത് പ്രോമിസായി ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതിനകം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ മാറാക്കരയിൽ നിന്ന് കുറ്റിപ്പുറത്ത് ആരംഭിച്ച അക്ഷയ ഇന്ന് കമ്പ്യൂട്ടർ സാക്ഷരതയിൽ കേരളത്തെ 1ാം സ്ഥാനത്ത് എത്തിച്ചു എന്നുള്ളത്. പക്ഷേ കമ്പ്യൂട്ടർ അറിഞ്ഞാൽ കമ്പ്യൂട്ടർ സാക്ഷരതയും അതുപോലെ ഈ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കാനും അറിഞ്ഞാൽ അത്യാവശ്യം ആവറേജ് വിദ്യാഭ്യാസ സാക്ഷരത ഉള്ളവരാണല്ലോ കേരള. ഇംഗ്ലീഷും കാര്യങ്ങളും എല്ലാം അറിയാവുന്നവരാണ്. പഠിപ്പില്ലാത്ത ആരും ഈ യുവാക്കളുടെ ആവറേജ് പഠിപ്പില്ലാത്തവരില്ല. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കും ട്വിറ്ററും ബാക്കിയുള്ളതൊക്കെ ഉപയോഗിക്കാൻ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. അറിയാത്തവർക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. ഇന്നത് ചെയ്യും എന്ന് ഞാൻ പറയുന്നില്ല. 10ാം തീയതി കഴിഞ്ഞിട്ട് ഞാൻ അതേ സംബന്ധിച്ച് പറയാം. സ്റ്റാർട്ടപ്പ് വില്ലേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ തന്നെ ഒന്ന് ഫോണിലൊന്ന് എടുത്ത് നോക്കി. അതിൽ കാണിച്ചിട്ടുള്ളത് ആദ്യത്തെ സെന്റൻസ് പറയുന്നത് there is a misconception that the startup village is only in Kerala. The companies are only in Kerala. Actually, there are many companies are coming from outside. അപ്പോൾ ഈ കാര്യം സ്റ്റാർട്ടപ്പ് വില്ലേജുകൾ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായി മാറുന്നത്, അല്ലെങ്കിൽ പുതിയ വിദ്യാർത്ഥി സംരംഭകരെ എങ്ങനെയാണ് ഗവൺമെന്റ് സഹായിക്കുന്നത് എന്ന് പറഞ്ഞാൽ? അല്ല, നമ്മളിപ്പോൾ ഈ അടുത്ത സമയത്ത് വിദ്യാർത്ഥി സമൂഹത്തെ മുഴുവൻ അവിടെ വിളിച്ചു വരുത്തി സ്റ്റാർട്ടപ്പ് വില്ലേജിൻ്റെ ക്യാമ്പസ്. എന്നിട്ട് അവർക്ക് ഇത് സംബന്ധിച്ച് കംപ്ലീറ്റ് ഞങ്ങൾ വിശദീകരിച്ചു. പഠിക്കുന്ന കാലത്ത് തന്നെ നിങ്ങളിലുള്ള പ്രത്യേക വാസനകൾ, സ്കിൽ എന്ന് പറഞ്ഞാൽ വാസന, ആ വാസനകൾ പരിപോഷിപ്പിക്കാനുള്ള പരിപാടികൾ നോക്കണം. അതിന് നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞ് പല കോളേജിൽ ഇപ്പോൾ ബൂട്ട് ക്യാമ്പുകൾ എന്ന് കഴിഞ്ഞാൽ ഒരു അധ്യാപകരുടെ നേതൃത്വത്തിൽ കുറച്ച് സമർത്ഥരായ കുട്ടികളെ ഓർഗനൈസ് ചെയ്ത് അവരെ പഠിപ്പിക്കുക എന്നുള്ള പരിപാടി ഇപ്പോൾ നടക്കുന്നുണ്ട്. മാത്രമല്ല 2000-ഓളം വിദ്യാർത്ഥികൾ വന്ന് പങ്കെടുത്ത ഒരു വലിയ ഇൻട്രാക്റ്റീവ് സെഷൻ നടക്കുകയുണ്ടായി. അപ്പോൾ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും അവരവരുടെ വാസനക്കനുസരിച്ച് പുതിയ ഐഡിയാസ് ഉണ്ടാക്കാനും അത് കമ്പനിയൊക്കെ ആക്കി രജിസ്റ്റർ ചെയ്ത് വലിയ വ്യവസായമോ ബിസിനസ്സോ ആക്കി വളർത്താനുള്ള സപ്പോർട്ടാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് കൊടുക്കുന്നത്. സ്റ്റാർട്ടപ്പ് വില്ലേജിൽ പിന്നെ കേരളക്കാരുണ്ട്, പുറത്തുള്ളവരുണ്ട്. ഈ ഞാൻ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് പോലും ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് ഒരു ഐഡിയ തോന്നാം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്കൂളിലും കോളേജിലും പോയി വാങ്ങുന്നത് തന്നെ ആയിക്കൊള്ളുന്നില്ലല്ലോ. അല്ലാത്തതും വിദ്യാഭ്യാസമുണ്ട്. എത്രയോ വലിയ ശാസ്ത്രജ്ഞന്മാർ ഒരു പഠിപ്പും ഇല്ലാത്തവരുണ്ട്. അപ്പം ഐഡിയ ഉള്ളവന് പിന്നൊന്നും ആവശ്യമില്ല. ഐഡിയ ഉള്ളവരുണ്ട്. അള്ള കൊടുത്ത ബുദ്ധിമതി, ബാക്കിയൊക്കെ അതിൻ്റെ വഴിക്ക് വന്നോളും. ദൈവം കൊടുത്ത ബുദ്ധിമതി എന്നുള്ളതാണ് അതിൻ്റെ തത്വം. കേരളത്തിലെ മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് പല തരത്തിലുള്ള ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ MBA കഴിഞ്ഞ പല വിദ്യാർത്ഥികളും MBA കഴിഞ്ഞ പാട് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഈ മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് ഈ കേരളത്തിൽ തന്നെ ജോലി കൊടുക്കുന്നുള്ള എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ ധാരാളം അവസരങ്ങളുണ്ട്. വിദേശത്ത് അതിനേക്കാൾ
ഡിമാൻഡ് ഉണ്ട്. എല്ലാവരും അവനവൻ്റെ ഭാവി കൂടുതൽ ശോഭനാക്കാനാണല്ലോ നോക്കുക. അപ്പോൾ കേരളത്തിലുള്ള യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല സാമർഥ്യമുള്ള ആളുകളെ നിയമിച്ചാൽ കുറച്ച് കഴിഞ്ഞ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയി വന്നാൽ അവർക്ക് അതിലും വലിയ അവസരം വിദേശത്ത് നിന്ന് വരും. അപ്പോൾ അവർ പോവും. അതാണ് സംഭവിക്കുന്നത്. ഇവിടെ തന്നെ ധാരാളം അവസരമുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ എല്ലാ പാസ്സായ കുട്ടികൾക്കും അപ്പം തന്നെ ജോലി കിട്ടുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അധികം വൈകാതെ കിട്ടുന്നുണ്ട്. എൻജിനീയേഴ്സ് ആവട്ടെ, MBA-ക്കാരാവട്ടെ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആവട്ടെ, ഒന്നുകിൽ നാട്ടിൽ അല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ രാജ്യത്ത് സമാധാനവും അതേപോലെ തന്നെ ഒരു നല്ല ഭരണവും ഒക്കെ വേണം എന്ന് പറഞ്ഞിട്ട് കാരണം വിദേശത്തുള്ള അവസരം മലയാളിയുടെ കൂടപ്പുറപ്പാണ്. യൂറോപ്പിലും അമേരിക്കയിലും ഗൾഫിലും ഒക്കെ എത്ര മലയാളികളാണ്. ആ മലയാളികൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പോളിസി, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദേശ നയം, അടുത്ത കാലത്ത് സൗദിയിൽ പ്രശ്നമുണ്ടായി. ഈ അഹമ്മദും അതുപോലെ തന്നെ വയലാർ രവിയും ഒക്കെ മെനക്കെട്ടിട്ടാണ് അത് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സൗദി രാജാവ് ഡൽഹിയിൽ വന്നു. കൂടുതൽ ശക്തമായ റിലേഷനായി വലിയ തോതിൽ നമുക്ക് അവസരം വരാൻ പോവാണ്. സൗദിയിൽ കേരളക്കാർക്ക് അവസരം വരാൻ പോവാണ്.